ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ ഈ കല്ലുമ്മക്കായും കൂന്തലും ചെമ്മീനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ചട്ടി ഉണ്ടാവുമല്ലോ. അതായത് അത് ഉണ്ടാക്കിയ പാത്രം. അതിൽ നമ്മൾ കുറച്ച് ചോറിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കും. അത് അതിന് മാത്രമൊന്നും ഉണ്ടാവൂല. ആ ഒരു ചട്ടിപ്പരിക്കെ ചോറിനെ ഭയങ്കര അപാര ടേസ്റ്റ് ആണേ. അപ്പോ ഇന്ന് നമുക്ക് അതിനെ പരിഷ്കരിച്ചിട്ട് നമുക്കൊരു കൂന്തൽ ചോറ് ഉണ്ടാക്കിയാലോ. അതായത് ഈ ഒരു മസാലയിൽ ചോറ് തട്ടി പെരക്കി നമുക്കൊരു കൂന്തൽ ചോറ് അങ്ങോട്ട് ഉണ്ടാക്കാം അല്ലേ? അപ്പൊ തുടങ്ങിയാലോ? അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച കൂന്തൽ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനല്ല ആമിത ഉപ്പും മുളകും മഞ്ഞളും നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു 3 ഉള്ളി എടുത്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2-3 ഏലക്കയും പട്ടയും കൂടെ ഞാൻ എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച ആ ഉള്ളി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വാടുന്ന ടൈമിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർക്കണേ. ഒന്നുകൂടെ നന്നായിട്ട് വാടുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ കൂന്തലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ ഇതുപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ നന്നായിട്ട്. അത് അങ്ങനെയാകുന്ന സമയത്താണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുക. നിങ്ങൾക്ക് വേണ്ടുന്നത്ര ഗ്രേവിയിൽ നിങ്ങൾക്ക് നിർത്താം കേട്ടോ. പിന്നെ ആയി വരുന്ന സമയത്ത് ഇതുപോലെ ഞാൻ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചോറ് ഇങ്ങനെ തട്ടിയിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് പെരക്കി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു വെറൈറ്റി ഐറ്റം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.